എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മലയാളത്തിൽ സ്വതന്ത്ര ചിന്താ ലോകത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു മേൽവിലാസം ഉണ്ടാക്കിയ ഒരു സംരംഭമാണ് 13.8 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഭാഗമായി തീരുവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയത്തിൻ്റെ പേര് ചന്ദ്രക്കലയും ചങ്ങലയും എന്നാണ്. അപ്പോൾ ചന്ദ്രക്കല എന്നതുകൊണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇസ്ലാമാണ്. ഇനി ചങ്ങല എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അടിമത്തത്തെയാണ്. സാമ്പ്രദായിക സങ്കല്പങ്ങളിലുള്ള അടിമത്തം എന്ന നമുക്കറിയാവുന്ന സംഗതിയെ. ഇനി ഞാനിങ്ങനെ ഇസ്ലാമിനെ ചന്ദ്രകലയുമായി ബന്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രശ്നമുണ്ട്. ചില ഇസ്ലാമിസ്റ്റുകൾ ഉയർത്തുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യം മുൻകൂട്ടി കാണുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യം? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഇസ്ലാമിനെയും ചന്ദ്രകലനെയും ബന്ധിപ്പിക്കുന്നത്? അത് രണ്ടും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ആദ്യ കേൾവിയിൽ വളരെ നിഷ്കളങ്കമായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഈ ചോദ്യത്തിന്റെ പിറകിൽ ഒരു വലിയ അജണ്ട തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? കാരണം ഇസ്ലാമിലെ ദൈവസങ്കല്പമായിട്ടുള്ള അള്ളാഹു യഥാർത്ഥത്തിൽ മധ്യപൂർവ്വദേശത്ത് ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് മുൻപ് തന്നെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്ന ചന്ദ്രദേവനായിരുന്നു, മൂൺ ഡെയ്റ്റി എന്നുള്ളതാണ് വസ്തുത. ഇസ്ലാമിനെ കാര്യമായി പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരിൽ ആർക്കും തന്നെ ഇതിനെപ്പറ്റി സംശയം ഉണ്ടാകുവാൻ ഇടയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾക്ക് ഇതറിയില്ല. അവരെ ഇത് അറിയിക്കാതെ വെക്കുന്ന ബാധ്യത ഏറ്റെടുത്തിരിക്കുന്നത് മതപണ്ഡിതന്മാരാണ്. കാരണം മതപണ്ഡിതന്മാരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് സാധാരണക്കാരനായ വിശ്വാസിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ വ്യഗ്രതയിൽ നിന്നാണ് ഇത്തരം ഒരു ചോദ്യം ഉരുത്തിരിയുന്നത് എന്ന് പറയുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ പ്രസ്താവന, ഇസ്ലാമിന് ചന്ദ്രകലയുമായി ബന്ധമുണ്ട് എന്നുള്ള പ്രസ്താവന ഖണ്ഡിക്കുവാനായിട്ട് വളരെ എളുപ്പമാണ്. ആർക്ക് വേണമെങ്കിലും ഖണ്ഡിക്കാവുന്നതാണ്. അതിനുള്ള മാർഗം ഞാൻ തന്നെ പറഞ്ഞു തരാം. 3 കാര്യങ്ങൾക്ക് ലളിതമായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എനിക്ക് നൽകുക. ഒന്നാമത്തെ ചോദ്യം, ലോകത്തുള്ള ഒട്ടുമുക്കാൽ ഇസ്ലാമിക രാജ്യങ്ങളുടെയും പതാകയിൽ ചന്ദ്രകലയുണ്ട്. അത് എങ്ങനെ കടന്നു വന്നു എന്നതിനൊരു ഉത്തരം തരിക. രണ്ടാമത്തെ കാര്യം, ലോകത്തുള്ള ഒട്ടുമുക്കാൽ ഇസ്ലാമിക പള്ളികളുടെയും മിനാരത്തിൽ ചന്ദ്രകലയുണ്ട്. അതെവിടെ നിന്ന് കടന്നു വന്നു എന്നതിന് ഒരു ഉത്തരം തരിക. ഇനി മൂന്നാമത്തെ കാര്യം, ഇസ്ലാമിലെ ഒട്ടുമുക്കാൽ ആഘോഷങ്ങളിലും ബലിപെരുന്നാളായിക്കോട്ടെ ചെറിയ പെരുന്നാളായിക്കോട്ടെ തുടങ്ങുന്നതിന് മുൻപ് ചന്ദ്രപ്പിറവി കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അതിനുള്ള കാരണമെന്ന് നിങ്ങൾ എനിക്ക് വിശദീകരിച്ചു തരിക എന്നാണ് എനിക്ക് ഇസ്ലാമിസ്റ്റുകളോട് പറയുവാനായിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ എനിക്ക് ഉത്തരം തരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും അറിയുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല. എനിക്കറിയേണ്ടത് ഇസ്ലാമിന്റെ ആധികാരിക പ്രമാണങ്ങളിൽ നിന്ന്, ഹദീസുകളിൽ നിന്നും ഖുർആനിൽ നിന്നും നിങ്ങൾക്ക് പറയുവാനുള്ളത് എന്താണ് എന്നാണ്. അല്ലാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും പറയുകയാണെങ്കിൽ അതൊരു ഉത്തരമായിട്ട് പരിഗണിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വിനീതമായി അറിയിക്കുകയാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. അടിമത്തത്തെ പറ്റി പറയുമ്പോൾ നമുക്കുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അടിമത്തം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെളുത്ത വർഗ്ഗക്കാർ കറുത്ത വർഗ്ഗക്കാരെ മാത്രം അടിമകളാക്കി മാറ്റിക്കൊണ്ടിരുന്ന ഒരു പ്രക്രിയയാണ് എന്നുള്ള തെറ്റിദ്ധാരണ. അത് ആദ്യമേ തന്നെ ഒന്ന് ഉടച്ചു വാർക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനു മുൻപ് ഈ വിഷയം സംസാരിക്കേണ്ടുന്നതിന്റെ സാഹചര്യം എന്താണ് എന്ന് നോക്കാം. സ്വാഭാവികമായും ഞാൻ കേൾക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: 6-ാം നൂറ്റാണ്ടിൽ രൂപീകരിക്കപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം. അപ്പൊ സ്വാഭാവികമായും അതിൻ്റെതായിട്ടുള്ള എല്ലാ പരിമിതികളും ഇസ്ലാമിൽ കടന്നു വരും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ നമ്മളിവിടെ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ പരിമിതികൾ ചികഞ്ഞ് കുറ്റം പറയുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുവാനായിട്ട് എന്നെ നിർബന്ധിക്കുന്നത് ഇസ്ലാമിക മതപ്രചാരകർ തന്നെയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? കാരണം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ഒരു വ്യക്തി കൊല്ലപ്പെട്ടു. ജോർജ് ഫ്ലോയിഡ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് ലോകമെമ്പാടും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. നമ്മളിലൊക്കെ പലരും നവമാധ്യമങ്ങളിൽ കൂടി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ലിവ്സ് മാറ്റേഴ്സ് എന്ന പേരിൽ വലിയ ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതേ സമയത്ത് ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ ഒരു പ്രചാരണമുണ്ട്. വലിയ കാടിളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമായിരുന്നു. എന്തായിരുന്നു അത്? അവർ പറഞ്ഞത്, കറുത്ത വർഗ്ഗക്കാരായ നിങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരിക. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് മാനവികതയുടെ മതമാണ്, സമത്വത്തിന്റെ മതമാണ്, തുല്യതയുടെ മതമാണ്. അപ്പൊ നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായിരിക്കുകയില്ല. ഇത് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന മതത്തിന്റെ അല്ലെങ്കിൽ മതമില്ലാത്ത അവസ്ഥയുടെ പ്രശ്നമാണ് എന്നാണ് ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നിയില്ല. കാരണം ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പൊതു രീതി എന്ന് പറയുന്നത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും അവരതിൽ പരാജയപ്പെടുകയും ചെയ്യാറുണ്ട്. ഇനി നമ്മുടെ കേരളത്തിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം എന്താണ്? ദലിതയായിട്ടുള്ള ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ഒരു സ്ത്രീക്ക് കുറച്ച് അരിയും പയറും വാങ്ങിക്കൊടുത്തുകൊണ്ട് അവരെ മതപരിവർത്തനം നടത്തുവാനായിട്ട് ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചു എന്നുള്ള വാർത്തയാണ്. ഇത് അവർ തന്നെ പറഞ്ഞതാണ്, ഞങ്ങൾ സ്വതന്ത്ര ചിന്തകർ ഉണ്ടാക്കി പറയുന്നതല്ല എന്നുകൂടി മനസ്സിലാക്കുക. ഇനി ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങനെ ലോകത്തെമ്പാടും കറുത്ത പുരുഷന്മാരെയും കറുത്ത സ്ത്രീകളെയും ഒക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇസ്ലാം തുല്യതയുടെ മതമാണ്, നീതിയുടെ മതമാണ്, മാനവികതയുടെ മതമാണ് എന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കുമ്പോൾ എന്താണ് അവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് വളരെ പരിഹാസ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പരിഹാസ്യമാണ് എന്ന് പറയേണ്ടി വരുന്നത്? കാരണം ഇസ്ലാമിസ്റ്റുകൾ പിന്തുടരുന്ന അവരുടെ മാതൃക ആയിട്ടുള്ള മാനവരിൽ മഹോന്നതനായിട്ടുള്ള മുഹമ്മദ് എന്ന പ്രവാചകൻ
യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം കറുത്ത വർഗ്ഗക്കാരോട് എന്ത് തരത്തിലുള്ള സമീപനമാണ് വെച്ച് പുലർത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങളിലേക്ക് പോയി തപ്പി നോക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഹദീസ് കാണിച്ചു തരാം. സഹീഹ് ബുഹാരിയാണ്, ആർക്കും തള്ളിക്കളയാനാവാത്ത ഹദീസാണ്. അപ്പോൾ വോളിയം 9 ബുക്ക് 87 ഹദീസ് നമ്പർ 161 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നറേറ്റഡ് ബൈ അബ്ദുല്ല എന്ന് പറയുന്ന സ്വഹാബിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദ പ്രോഫറ്റ് സെഡ്, ഐ സോ എ ഡ്രീം, എ ബ്ലാക്ക് വുമൻ വിത്ത് അൺകെംപ്ഡ് ഹെയർ ഗോയിങ് ഔട്ട് ഓഫ് മദീന ആൻഡ് സെറ്റിലിംഗ് അറ്റ് മഹായ. I interpreted that as a symbol of an epidemic of Medina being transferred to that place എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രവാചകൻ ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ കണ്ടത് കറുത്ത വർഗ്ഗക്കാരിയായ ഒരു സ്ത്രീ, മുടി കൃത്യമായി കെട്ടിവെക്കാത്ത കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ മദീന വിട്ട് പുറത്തേക്ക് പോവുകയാണ്, പ്രാന്തപ്രദേശങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ പ്രവാചകന്റെ അടുത്ത് അതിന്റെ വിശദീകരണം ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് അത് മദീനയിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു മാറാവ്യാധി മദീന വിട്ട് പുറത്തേക്ക് പോകുന്നതാണ് എന്നാണ്. ഇവിടെയുള്ള ഒരു പ്രശ്നം, ഈ മാറാവ്യാധിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വെളുത്ത സ്ത്രീയെ അല്ല പ്രവാചകൻ ഉപമിച്ചിരിക്കുന്നത്, കറുത്ത സ്ത്രീയെയാണെന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് സഹീഹുൽ ബുഹാരിയിൽ. ഇനി വെളുത്ത സ്ത്രീക്കുള്ള സ്ഥാനം എന്താണ് ഇസ്ലാമിൽ? വെളുത്ത സ്ത്രീക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്, ഹൂർലിങ്ങളുടെ ഒന്നിച്ച്. ഹൂർലിങ്ങളുടെ നിറം വെളുപ്പാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവർ വെളുത്ത് വല്ലാത്തൊരു ജാതി വെളുപ്പാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ തുകലിനും ഇറച്ചിക്കും അതേപോലെ എല്ലിനും ഒക്കെ ഇടയിലൂടെ അവരുടെ അസ്ഥിമജ്ജ കാണും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവരെത്ര തീവ്രമായി വെളുത്തിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സൂചിപ്പിച്ചത്. അപ്പൊ കറുത്ത സ്ത്രീയെ ഉപമിച്ചിരിക്കുന്നത് മാറാവ്യാധിയുമായിട്ടാണ്. ഇനി കറുത്ത പുരുഷന്മാരെ എന്തുമായി ഉപമിച്ചിരിക്കുന്നു എന്ന് നോക്കാം. അടുത്ത ഒരു ഹദീസ് ഞാൻ കാണിച്ചു തരാം. വോളിയം 9 ബുക്ക് 89 ഹദീസ് 256 സഹീഹ് ബുഹാരി തന്നെയാണ്, ആർക്കും നിഷേധിക്കാനാവില്ല. നറേറ്റഡ് ബൈ അനസ് ബിൻ മാലിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലാഹ്സ് മെസഞ്ചർ സെഡ്, യു ഷുഡ് ലിസൺ ടു ആൻഡ് ഒബേ യുവർ റൂളർ ഈവൻ ഇഫ് ഹി വാസ് ആൻ എത്യോപ്യൻ ബ്ലാക്ക് സ്ലേവ് ഹൂസ് ഹെഡ് ലുക്സ് ലൈക്ക് എ റൈസിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊരു ഉപദേശമാണ്, സഹചരന്മാർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഉപദേശത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ഭരണാധികാരി ആരായാലും നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കണം. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, ഈവൻ ഇഫ് ഹി വാസ് എൻ എത്യോപ്യൻ ബ്ലാക്ക് സ്ലേവ്, ഒരു കറുത്ത അടിമയാണെങ്കിൽ പോലും, എത്യോപ്യക്കാരനായിട്ടുള്ള കറുത്ത അടിമയാണെങ്കിൽ പോലും നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഉപമ ശ്രദ്ധിക്കുക, ഹൂസ് ഹെഡ് ലുക്സ് ലൈക്ക് എ റൈസിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ തല ഉണക്കമുന്തിരി പോലെയാണെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് എത്യോപ്യക്കാരായിട്ടുള്ള കറുത്ത അടിമകളുടെ തല ഉണക്കമുന്തിരി പോലെയാണ് എന്ന് പ്രവാചകന് തോന്നിയിരുന്നു. അവരുടെ തല ഉണക്കമുന്തിരി പോലെ കറുത്ത് ചുക്കിച്ചുളിഞ്ഞ സൗന്ദര്യമില്ലാത്ത ഒരു സംഗതിയാണ് എന്ന് പറയുന്നതിൽ പ്രവാചകൻ യാതൊരു വിമുഖതയും കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഹദീസുകളിൽ തപ്പി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പ്രവാചകൻ കറുത്തവരായ പുരുഷന്മാരോടും സ്ത്രീകളോടും വെച്ചു പുലർത്തിയിട്ടുള്ള സമീപനം ഇതാണ് എന്നാണ്. അപ്പൊ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കെ ലോകത്തെമ്പാടും നടന്നുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ കറുത്ത പുരുഷന്മാരെയും കറുത്ത സ്ത്രീകളെയും തങ്ങളുടെ മതത്തിലേക്ക് കടന്നു വരിക, ഇത് ഇസ്ലാം തുല്യതയുടെ മതമാണ്, മാനവികതയുടെ മതമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് എത്രമാത്രം പരിഹാസ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഹദീസുകളൊക്കെ ഒന്ന് വായിച്ച് ഒന്ന് പൊട്ടിക്കറിഞ്ഞതിന് ശേഷം ഇത്തരം കോപ്രായങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ പോരെ എന്നാണ് എനിക്ക് ഇസ്ലാമിസ്റ്റുകളോട് ചോദിക്കാനായിട്ടുള്ളത്. ഇനി അടിമത്തത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴാണ് അടിമത്തം ആരംഭിച്ചത് എന്ന് കൃത്യമായി പറയുക സാധ്യമല്ല. കാരണം പ്രാചീനമായിട്ടുള്ള എല്ലാ സംസ്കാരങ്ങളിലും അടിമത്തം നിലനിന്നിരുന്നു. ഹണ്ടർ ഗാദറേഴ്സിന്റെ ഇടയിൽ നിലനിന്നിരുന്നില്ല, വേട്ടക്കൂട്ടങ്ങളുടെ ഇടയിൽ എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അവരുടെ ഇടയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വളരെ കുറവായിരിക്കും, അവരെണ്ണത്തിലും കുറവായിരിക്കും എന്നതുകൊണ്ടാണ്, മറ്റു കാരണങ്ങളൊന്നുമില്ല. ഇനി അടിമത്തം എപ്പോ കൃത്യമായി ആരംഭിച്ചു എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ലെങ്കിലും പൗരാണിക കാലം മുതൽ നിലനിന്നിരുന്നു എന്നതിന് രേഖാപരമായ തെളിവുകളുണ്ട്. ഹമ്മുറബി കോഡിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു അടിമ രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ശിക്ഷ മരണമാണ് എന്ന് ഹമ്മുറബി കോഡിൽ പറയുന്നുണ്ട്. ബൈബിളിലെ പഴയ നിയമത്തിൽ ധാരാളം തെളിവുകളുണ്ട് അടിമത്തത്തെ സംബന്ധിക്കുന്നത്. ഇനി ഏകദേശം ഒരു 11,000 വർഷങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ കാർഷിക സംസ്കൃതിയിലേക്ക് തിരിഞ്ഞപ്പോൾ, കാർഷിക വിപ്ലവത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആണ് അടിമത്തം ആവിർഭവിച്ചത് എന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. കാരണം പിന്നീട് പതുക്കെ കാർഷിക സമ്പ്രദായം വിപുലീകരിക്കപ്പെട്ടു വരികയാണ്. അപ്പോൾ നമുക്ക് തൊഴിലാളികളെ ആവശ്യമായിട്ട് വന്നു. അങ്ങനെ തൊഴിലാളികളെ അടിമകളാക്കി മാറ്റുകയാണെങ്കിൽ കൂലി കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യുക്തിയാണ് അടിമത്തത്തിന്റെ പിറകിലുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അടിമത്തത്തിന്റെ തുടക്കത്തിൽ അതിൽ കറുപ്പും വെളുപ്പും ഒന്നും ഉണ്ടായിരുന്നില്ല. വംശ വർഗ വർണ്ണ ഘടകങ്ങൾ അതിൽ കടന്നു വന്നിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആരായിരുന്നു അടിമകളായി മാറിക്കൊണ്ടിരുന്നത്? യുദ്ധ തടവുകാരായിരുന്നു. യുദ്ധ തടവുകാരെ അടിമകളായി മാറുന്നു. അതുപോലെ തന്നെ കടം വാങ്ങി കൊടുക്കാൻ നിവർത്തിയില്ലാത്ത സാധുക്കളായ മനുഷ്യന്മാരും അടിമകളായി മാറുന്നു. പിന്നീട് ഇവർക്ക് ജനിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായും ജന്മമൂലം തന്നെ അടിമകളായി മാറുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ അവസ്ഥ. പിന്നീട് എപ്പോഴാണ് അടിമത്തത്തിലേക്ക് ഈ വംശ വർഗ വർണ്ണ ഘടകങ്ങൾ കടന്നു വന്നത് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് കടന്നു വന്നത് 14-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. 14-ാം നൂറ്റാണ്ടിൽ എന്താണ് സംഭവിച്ചത്? ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് ആരംഭിക്കുകയാണ്. ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്ന് നിങ്ങൾ കേട്ടിരിക്കും. ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ സഞ്ചരിച്ച കപ്പലുകളിൽ വെളുത്ത വർഗ്ഗക്കാർ ആഫ്രിക്കയിലേക്ക് പോകുന്നു. ആഫ്രിക്കയിലെ ഗ്രാമങ്ങളിൽ പോയി കറുത്ത വർഗ്ഗക്കാരായ ആൾക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് അടിമകളാക്കി മാറ്റുകയാണ്. യൂറോപ്പിലെയും അമേരിക്കയിലും ഒക്കെ തോട്ടങ്ങളിൽ. അതിനെയാണ് ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത്. 14-19 നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഇത് നിലനിന്നിട്ടുള്ളത്. ഇനി അമേരിക്കയിലെ തോട്ടങ്ങളിൽ, അതായത് പരുത്തിത്തോട്ടങ്ങളിലും കരിമ്പ് തോട്ടങ്ങളിലും ഒക്കെ അടിമകളെ ആവശ്യമായി വന്നപ്പോൾ അവരെന്തുകൊണ്ട് കൃത്യമായി അമേരിക്കയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോയി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അവരെന്തുകൊണ്ട് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ചൈനയിലേക്കോ ഇറാഖിലേക്കോ പോയില്ല? അവർക്ക് ഇന്ത്യക്കാരോടോ ചൈനക്കാരോടോ ഇറാഖികളോടോ പ്രത്യേകിച്ച് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. നമുക്ക് ചരിത്രത്തിൽ പരതുമ്പോൾ ലഭിക്കുന്നത് 3 ഉത്തരങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കടൽ മാർഗം ആഫ്രിക്കയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് താരതമ്യേന എളുപ്പമാണ്. താരതമ്യേന എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, വലിയ യാനങ്ങളിൽ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം തിരികെ വരുമ്പോൾ അടിമകളെ കൂടെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അന്ന് ബസ്സോ പ്ലെയിനോ ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും കപ്പൽ മാത്രമേ ഏക വഴിയുള്ളൂ അന്ന്. അതുകൊണ്ടാണ് ആഫ്രിക്കയിലേക്ക് തന്നെ പോകാനുള്ള ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അമേരിക്കയിലെ മേൽപ്പറഞ്ഞ തോട്ടങ്ങളിൽ, കരിമ്പ് തോട്ടങ്ങളിലും പരുത്തിത്തോട്ടങ്ങളിലും ഒക്കെ വ്യാപകമായി കാണപ്പെട്ടിരുന്ന മലേറിയ പോലെയുള്ള ചില അസുഖങ്ങൾ, പ്രത്യേകിച്ച് മലേറിയ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ആഫ്രിക്കയിൽ പ്രത്യക്ഷപ്പെട്ട് കെട്ടടങ്ങിയിരുന്നു. ഇപ്പൊ സ്വാഭാവികമായും ആഫ്രിക്കക്കാർക്ക് ഒരു തരത്തിലുള്ള ജനിതക പ്രതിരോധ ശേഷി കൈവന്നിരുന്നു. അപ്പൊ അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇനി ഒരിക്കൽ കൂടി രോഗം പ്രത്യക്ഷപ്പെട്ടാലും അവർ മരിക്കുവാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. ഇനി മൂന്നാമത് ഒരു കാരണമുണ്ട്. അതാണ് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ള കാരണം, ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാരണം. എന്താണ് ആ കാരണം? ആ കാരണം എന്ന് പറയുന്നത് ആഫ്രിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അടിമത്തം എന്ന് പറയുന്നത് പുതിയൊരു സംഗതി ആയിരുന്നില്ല എന്നുള്ളതാണ്. ആഫ്രിക്കക്കാർ ഓൾറെഡി അടിമകളായിരുന്നു. അപ്പൊ ആരാണ് അവരെ അടിമകളാക്കി മാറ്റിയത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് വെളുത്ത മനുഷ്യന്മാർ തന്നെ ആണ് എന്നാണ്. അപ്പൊ ആരാണ് വെളുത്ത മനുഷ്യന്മാർ എന്നുള്ളൊരു ചോദ്യം വരുന്നു. അതിനുള്ള ഉത്തരം അറബികളാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് ആരംഭിക്കുന്നതിന് ചുരുങ്ങിയത് ഒരു 5 നൂറ്റാണ്ട് മുൻപേ അറബികൾ ആഫ്രിക്കക്കാരെ അടിമകളാക്കി മാറ്റിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ സ്വാഭാവികമായും ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡിനെക്കാളും അതിഭീകരമായ സ്ലേവ് ട്രേഡ് ആയിരുന്നു അറബ് സ്ലേവ് ട്രേഡ്. അല്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ് സഹാറൻ സ്ലേവ് ട്രേഡ്. കാരണം മധ്യപൂർവ്വദേശത്ത് നിന്ന് സഹാറ മരുഭൂമിക്ക് കുറുകെ സഞ്ചരിച്ചുകൊണ്ടാണ് അടിമകളെ തെളിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ട്രാൻസ് സഹാറൻ സ്ലേവ് ട്രേഡ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. ഇനി ട്രാൻസ് സഹാറൻ സ്ലേവ് ട്രേഡിനെ പറ്റി പറയുമ്പോൾ ഇത് ആരംഭിച്ചത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ 9-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ആരംഭിക്കപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇതിന്റെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് 2 സ്ഥലങ്ങളാണ്. ഒന്ന് സ്വാഹിൽ കോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം, പൗരാണിക നാമം സ്വാഹിൽ കോസ്റ്റ് എന്നാണ്. പിന്നൊന്ന് സാൻസിബാർ. അപ്പൊ സ്വാഹിൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് മൊസാംബിക്കാണ് എന്നുള്ളതാണ് വസ്തുത. ഇന്ന് ആഫ്രിക്കയിലെ മൊസാംബിക്കിനെയാണ് അന്ന് സ്വാഹിൽ കോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ മൊസാംബിക് എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ഒരു 50ഓളം മനുഷ്യന്മാരെ ഇസ്ലാമിക തീവ്രവാദികൾ കഴുത്തറുത്തു കൊന്നിരുന്നു മൊസാംബിക്കിൽ. ഇനി സാൻസിബാർ എന്ന് പറയുന്നത് ഇന്നത്തെ ടാൻസാനിയയാണ്. സാൻസിബാർ. അപ്പോൾ സാൻസിബാർ എന്ന് പറയുന്നത് ഇന്നത്തെ ടാൻസാനിയ എന്ന് പറയുമ്പോൾ പൂർണ്ണമായി ഇന്നത്തെ ടാൻസാനിയ അല്ല, പക്ഷെ ടാൻസാനിയയുടെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്നത്തെ ടാൻസാനിയ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വലിയ ആധിപത്യമുള്ള ഒരു രാജ്യമാണ്. ടാൻസാനിയയുടെ തലസ്ഥാനത്തിന്റെ പേര് തന്നെ ദാറുസലാം എന്നാണ്, ദാറുൽ ഹർബ് എന്നല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ ഇവരെന്താണ് യഥാർത്ഥത്തിൽ ചെയ്തത്? മധ്യപൂർവ്വദേശത്ത് നിന്ന് സ്വാഹിൽ കോസ്റ്റും അതുപോലെ തന്നെ സാൻസിബാറും കേന്ദ്രീകരിച്ചുകൊണ്ട് കറുത്ത വർഗ്ഗക്കാരെ ധാരാളമായി പിടിച്ചുകൊണ്ടുപോകുന്നു. മധ്യപൂർവ്വദേശത്തെ രാജ്യങ്ങളിൽ അടിമക്കച്ചവടം ആരംഭിക്കുന്നു. അടിമക്കച്ചവടം മധ്യപൂർവ്വദേശത്ത് തഴച്ചു വളർന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ഇനി ഇത് ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡിനെക്കാളും ഗുരുതരമായിരുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. അമേരിക്കയിൽ അടിമത്തം എപ്പോഴാണ് നിരോധിച്ചത്? 1865 കൂടിയൊക്കെ നിരോധിക്കപ്പെടുന്നുണ്ട് അമേരിക്കയിൽ. എന്നാൽ മാനവരിൽ മഹോന്നതന്റെ സ്വന്തം നാടായിട്ടുള്ള സൗദി അറേബ്യയിൽ 1962 അടിമത്തം നിരോധിച്ചത് എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അമേരിക്കയിൽ നിരോധിച്ച പിന്നീട് ഒരു 100 വർഷങ്ങളോളം സൗദി അറേബ്യയിൽ അടിമത്തം നിലനിന്നിട്ടുണ്ട്. ഹജ്ജിന്റെ ഭാഗമായൊക്കെ വലിയ അടിമക്കച്ചവടങ്ങൾ തന്നെ അവിടെ നടന്നിരുന്നു എന്നതിന് തെളിവുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ ചില IAS ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ഹജ്ജിന് പോയപ്പോൾ അവിടെ അടിമകളെ ദേഹത്ത് എണ്ണ പുരട്ടി പ്രദർശിപ്പിച്ചിരിക്കുന്നതായി കണ്ടു എന്ന്. എണ്ണ പുരട്ടുന്നത് ആകർഷകമായി തോന്നുന്നതിന് വേണ്ടിയാണ്. ഇനി അടിമക്കച്ചവടത്തിന്റെ കഥ ഇങ്ങനെയൊക്കെ ആയിരിക്കെ ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ നമ്മളോട് പറയുന്നത് ഞങ്ങളുടെ പൂർവികർക്ക് അടിമകളുമായി യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ ഒരിക്കലും അടിമക്കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നാണ്. ഇതാരാണ് പറയുന്നത്? ഇത് പറയുന്നത് മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ഇസ്ലാമിസ്റ്റുകളാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിക്കുക. ഇനി ഈ അറബ് സ്ലേവ് ട്രേഡിനെ പറ്റി നമ്മൾ എത്ര തെളിവുകൾ ഹാജരാക്കിയത് കൊണ്ടും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇസ്ലാമിസ്റ്റുകൾ പറയുവാനായിട്ട് ഒരുമ്പിടുന്ന ഒരു വാദം എനിക്ക് മുൻകൂട്ടി ദർശിക്കുവാനായിട്ട് സാധിക്കും. എന്താണത്? അറബികൾ എന്തെങ്കിലും ചെയ്താലേ അത് ഇസ്ലാമുമായി ബന്ധപ്പെടില്ല, ഇസ്ലാം വേറെയാണ് അറബികൾ വേറെയാണ് എന്നവർ പറയും.
അത് യഥാർത്ഥത്തിൽ വളരെ പരിഹാസ്യമാണ്. കാരണം ഇസ്ലാമി എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ മതരൂപമാർജിച്ച അറബ് വംശീയതയാണ് എന്നുള്ളതാണ് സത്യം. ഇസ്ലാമി എന്ന് പറയുന്നത് മതരൂപമാർജിച്ച അറബ് വംശീയതയാണ്. അറബികൾക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു സംഗതി എന്ന് പറയാവുന്നതാണ്. കാരണം ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെ അറബികൾക്ക് വേണ്ടി ഇറക്കിയതാണ് എന്ന് വളരെ കൃത്യമായി ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് മറ്റൊരു വിഷയം. ഇനി ഇതിന് അവസാനമായി ഞാൻ ഒരു തെളിവ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു വാചകമാണ്. പറഞ്ഞിരിക്കുന്നത് മുഅമ്മർ ഗദ്ദാഫിയാണ്, ലിബിയൻ ഏകാധിപതിയായിരുന്ന മുഅമ്മർ ഗദ്ദാഫി. നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. In 2010, at the second Afro-Arab summit, Libyan leader Muammar Gaddafi apologized for Arab involvement in the African slave trade, saying, "I regret the behavior of the Arabs. They brought African children to North Africa, they made them slaves, they sold them like animals, and they took them as slaves and traded them in a shameful way. I regret and I am ashamed when we remember these practices. I apologize for this." എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് പറഞ്ഞിരിക്കുന്നത്? മുഅമ്മർ ഗദ്ദാഫിയാണ്. അപ്പൊ അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൂർവികരെ അടിമ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നതിന് അവർക്ക് യാതൊരു സംശയവുമില്ല. സംശയമുള്ളത് നമ്മുടെ കോഴിക്കോട്ടെയും മലപ്പുറത്തെയും ഇസ്ലാമിസ്റ്റുകൾക്കാണ്. ഇനി ഞാൻ മുൻപ് പറഞ്ഞു, അറബികൾ അടിമ കച്ചവടത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകുവാനുള്ള സാധ്യതയുണ്ട് എന്ന്. അത് വസ്തുതാപരമായി ശരിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മളൊരു മതത്തിനെ വിമർശിക്കുമ്പോൾ മതവിശ്വാസികൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ട് വിമർശിക്കുന്നത് ശരിയല്ല എന്നാണ് വ്യക്തിപരമായി ഞാൻ കരുതുന്നത്. ഞാൻ ഒരു ഇസ്ലാമിക വിമർശകൻ എന്ന നിലയിൽ അങ്ങനെ കരുതുന്നതിന് പിറകിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇപ്പൊ ഇസ്ലാമിലെ എല്ലാ മനുഷ്യരും, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും വളരെ സമാധാനപ്രിയരായി സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പോറ്റി വളർത്തിക്കൊണ്ട് ജീവിക്കാൻ ആരംഭിച്ചു എന്ന് തന്നെ കരുതുക. എങ്കിലും ഇസ്ലാം സമാധാനത്തിന്റെ മതമായി മാറില്ല എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ അക്രമത്തിനുള്ള പ്രോത്സാഹനവും ആഹ്വാനവും ഉണ്ട്. ഇനി ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലേക്ക് പോയി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. അടിമത്തത്തെ യഥാർത്ഥത്തിൽ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യമായി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രാമാണിക ഗ്രന്ഥമായിട്ടുള്ള ഖുർആനിലേക്ക് തന്നെ പോകാം. ഖുർആനിൽ 16:75 സൂറത്ത് 16:75 വാചകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മറ്റു പല വാചകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഒരു ഉപമ വിവരിക്കുകയാണ്. ഒരു കാര്യത്തിനും കഴിയാത്ത ഉടമയാക്കപ്പെട്ട ഒരു അടിമയെയും യാതൊരുവനെയും അവന് നമ്മുടെ വകയായി നാം നല്ലതായ ഉപജീവനം നൽകിയിരിക്കുന്നു, എന്നിട്ട് അവൻ അതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവഴിച്ചു വരികയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവരെയും ഇവര് സമമാകുമോ? ഇല്ലെന്ന് തീർച്ചയാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അടിമയും ഉടമയും സമനല്ല എന്ന് വളരെ കൃത്യമായി അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. 16:75 ഇപ്പൊ ഞാൻ വായിച്ചത് അമാനി തഫ്സീറിൽ നിന്നാണ്. അമാനി തഫ്സീറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ കുറച്ചുകൂടി ആലങ്കാരികമാണ്. അതുകൊണ്ടാണ് കേൾക്കുമ്പോൾ ഒരു സംശയം തോന്നുന്നത്. നിങ്ങൾക്ക് പോയി വായിക്കാവുന്നതാണ്. 16:75. അപ്പോൾ അള്ളാഹു തന്നെയാണ് അടിമകളെയും ഉടമകളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ അടിമകളും ഉടമകളും തുല്യരല്ല എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ഒരു വല്ലാത്ത അള്ളാഹുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പ്രവാചകൻ അടിമകളെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രവാചകന്റെ കൂട്ടത്തിൽ അടിമകൾ ഉണ്ടായിരുന്നു. കാരണം പ്രവാചകന്റെ കൂട്ടത്തിൽ അടിമകൾ ഉണ്ടെങ്കിൽ പിന്നീട് സംശയിക്കേണ്ട കാര്യമില്ല. കാരണം അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണല്ലോ പ്രവാചകൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ അദ്ദേഹം എതിരായിട്ട് ചെയ്യുവാൻ സാധ്യതയില്ല. ഞാനൊരു ഹദീസ് വാചകം നിങ്ങൾക്ക് കാണിച്ചു തരാം. സഹീഹ് ബുഹാരി തന്നെയാണ്. ഈ സഹീഹ് ബുഹാരി തന്നെ കാണിക്കുവാനുള്ള കാരണം ഇബ്നു മാജയുടെയും മറ്റു ഹദീസുകളിൽ ധാരാളം മറ്റു വാചകങ്ങളുണ്ട്, ഇതിലും തീവ്രമായിട്ടുള്ള വാചകങ്ങൾ. പക്ഷെ അതൊന്നും സഹീഹല്ല, ദഈഫാണെന്ന് ഇവർ പറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സഹീഹ് ബുഹാരി തന്നെ കാണിക്കുന്നത്, വിശ്വാസയോഗ്യമായ ഹദീസ്. വോളിയം 9 ബുക്ക് 91 ഹദീസ് 368 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. നറേറ്റഡ് ബൈ ഉമറാണ് പറഞ്ഞിരിക്കുന്നത്. ഐ കെയിം ആൻഡ് ബിഹോൾഡ് അല്ലാഹ്സ് മെസഞ്ചർ വാസ് സേയിങ് ഓൺ എ മസ്റോബ ആറ്റിക് റൂം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എ ബ്ലാക്ക് സ്ലേവ് ഓഫ് അല്ലാഹ്സ് മെസഞ്ചർ വാസ് അറ്റ് ദ ടോപ്പ് ഓഫ് ഇറ്റ്സ് സ്റ്റെയർസ്. ഐ സെഡ് ടു ഹിം, ടെൽ ദ പ്രോഫറ്റ് ദാറ്റ് ഹിയർ ഈസ് ഉമർ ബിൻ ഖത്താബ് ആസ്കിംഗ് പെർമിഷൻ ടു എൻ്റർ, ദെൻ ഹി അഡ്മിറ്റഡ് മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഉമർ പ്രവാചകനെ കാണുവാനായിട്ട് പോവുകയാണ്. അപ്പൊ പ്രവാചകൻ മട്ടുപ്പാവിൽ എവിടെയോ ഇരിക്കുകയായിരുന്നു. അപ്പോ എ ബ്ലാക്ക് സ്ലേവ് ഓഫ് അല്ലാഹ്സ് മെസഞ്ചർ വാസ് അറ്റ് ദ ടോപ്പ് ഓഫ് ഇറ്റ്സ് സ്റ്റെയർസ്. ഏണിപ്പടിയുടെ മുകളിൽ ഒരു കറുത്ത അടിമ കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു എന്ന് ഉമ്മർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പ്രവാചകന്റെ അടിമയാണ് എന്ന് ഉമ്മർ പറഞ്ഞിട്ടുണ്ട്. ഉമ്മറാണ് പറഞ്ഞിരിക്കുന്നത്, സാധാരണക്കാരല്ല എന്നുകൂടി മനസ്സിലാക്കുക. അപ്പൊ പ്രവാചകൻ അടിമകളെ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നതിന് തെളിവായല്ലോ. ഇനി അടുത്ത തെളിവിലേക്ക് പോകാം. അടുത്ത തെളിവ് എന്ന് പറയുന്നത് പ്രവാചകൻ അടിമക്കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രവാചകൻ ഒരു അടിമ കച്ചവടക്കാരനായിരുന്നു എന്നാണ്. വളരെ നാടകീയമായിട്ടാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഇതൾ വിരിഞ്ഞു കിട്ടുന്ന ഒരു സന്ദർഭമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വിവരിച്ച് കേൾപ്പിക്കാം. ഹദീസ് തന്നെയാണ്, സ്വഹീഹ് മുസ്ലിമാണ്, 1602. ഞാനിപ്പോൾ കാണിക്കുന്നത് sunna.com നിന്നാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. സ്വഹീഹ് മുസ്ലിം 1602.
പെട്ടെന്ന് സെർച്ച് ചെയ്യുന്നതാണ് സുഖം. കാരണം sunna.com ഒന്നും ഇനി അധികകാലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം sunna.com-ൽ നിന്ന് പ്രതിപാദിച്ച് sunna.com പൂട്ടുന്ന അവസ്ഥയാണ് കാണുന്നത്. കാരണം ലോകത്തുള്ള എല്ലാ മതവിമർശകരും sunna.com-ൽ നിന്നാണ് ഹദീസുകൾ കാണിക്കുന്നത്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, മറ്റ് സൈറ്റുകൾ ലഭ്യമാണ്, അത് വേറെ ഒരു കാര്യം. ഇനി ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജാബിറാണ്. ജാബിർ, ദർ കെയിം എ സ്ലേവ്. ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഈ ഇംഗ്ലീഷ് ഉച്ചാരണത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാൻ മുൻപ് അധ്യാപകനായിരിക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കണ്ട് ചില കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കാസർഗോഡുകാരനാണോ എന്ന്. അപ്പം ഞാൻ കരുതിയത് യഥാർത്ഥത്തിൽ അതൊരു ബഹുമതിയാണ് എന്നാണ്. പിന്നീടാണ് അവരെന്നെ ട്രോളുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി there came a slave and pledged allegiance to Allah's apostle on migration. He, the holy prophet, did not know that he was a slave. Then there came his master and demanded him back. Whereupon Allah's apostle said, sell him to me. And he bought him for 2 black slaves. And he did not afterwards take alliance from anyone until he had asked whether he was a slave or a free man എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇതാണ് സംഭവം. ഇവരൊരു യാത്രയുടെ മധ്യത്തിലായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ വന്ന് പ്രവാചകനുമായി ഐക്യദാർഢ്യപ്പെടുകയാണ്, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. മതം സ്വീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ പ്രവാചകൻ ആ വ്യക്തിയെ സ്വീകരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതൊരു അടിമയായിരുന്നു. ആ അടിമയുടെ ഉടമ പ്രവാചകന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും തന്റെ അടിമയെ തിരിച്ചു ചോദിക്കുകയും ചെയ്തു. അപ്പൊ പ്രവാചകൻ അടിമത്തത്തിന് എതിരായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഉപദേശിച്ച് നന്നാക്കുകയാണല്ലോ വേണ്ടത്. പക്ഷെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, വേറെപ്പോൾ അല്ലാഹ് അപ്പോസ്റ്റൽ സെഡ് സെൽ ഹിം ടു മീ, അവനെ എനിക്ക് വിൽക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഹി ബോട്ട് ഹിം ഫോർ 2 black slaves എന്ന് വളരെ കൃത്യമായി ഇമാം മുസ്ലിം എഴുതി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഒരടിമ തന്റെ മുന്നിൽ വരുമ്പോൾ പ്രവാചകൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് അവനെ എനിക്ക് വിൽക്കുക എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ തനിക്ക് വിൽക്കുവാൻ ആവശ്യപ്പെടുന്നു. ആ മനുഷ്യനെ ഇന്ന് കുറെ മനുഷ്യന്മാർ മാനവരിൽ മഹോന്നതൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു നടക്കുന്നു. എന്തൊരു വൈരുദ്ധ്യമാണ് എന്ന് ചിന്തിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, പ്രവാചകൻ പെട്ടെന്ന് 2 കറുത്ത അടിമകളെ കൊടുത്തുകൊണ്ട് ഈ വെളുത്ത അടിമയെ വാങ്ങി എന്നാണ് പറയുന്നത്. ഈ 2 കറുത്ത അടിമകളെ പ്രവാചകൻ എവിടെ നിന്ന് ലഭിച്ചു മരുഭൂമിയിൽ പെട്ടെന്ന്? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പ്രവാചകന്റെ കൂട്ടത്തിൽ ധാരാളം കറുത്ത അടിമകൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ യഥാർത്ഥത്തിൽ ഒരു അടിമ കച്ചവടക്കാരൻ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അതിലുള്ള കണ്ണിൽ കുത്തുന്ന തെളിവാണ് ഇപ്പൊ പറഞ്ഞ ഈ വാചകം. ഇനി ഇസ്ലാമിസ്റ്റുകളല്ല ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇസ്ലാമിൽ അടിമകളെ മോചിപ്പിച്ചതിന്റെ ധാരാളം ചരിത്രങ്ങളുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ല ബിലാൽ ബാങ്ക് വിളിച്ചത് എന്നൊക്കെ? ബിലാൽ ബാങ്ക് വിളിച്ചത് ബിലാലിന് ശബ്ദം കൂടുതലുള്ളത് കൊണ്ടായിരുന്നു, അത് വേറൊരു വസ്തുത, അല്ലാതെ കറുത്തത് കൊണ്ടായിരുന്നില്ല. ഇനി പ്രവാചകൻ അടിമകളെ മോചിപ്പിക്കുന്നതിനെതിരായി സംസാരിച്ചിട്ടുണ്ട് ധാരാളം തവണ. അതിനുള്ള ഒരു തെളിവ് ഞാനിപ്പോൾ കാണിച്ചു തരാം. വോളിയം 3 ബുക്ക് 47 ഹദീസ് 765 ആണ്. സഹീഹ് ബുഹാരി തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നരേറ്റഡ് ബൈ ഖുറൈബ്, ദ ഫ്രീഡ് സ്ലൈവ് ഓഫ് ഇബ്നു അബ്ബാസ്, മൈമൂന എന്നാണ് പേര്, ടോൾഡ് ഹിം ദാറ്റ് ഷീ മാനുമിറ്റഡ് എ സ്ലൈവ് ഗേൾ വിത്തൗട്ട് ടേക്കിംഗ് ദ പെർമിഷൻ ഓഫ് ദ പ്രോഫിറ്റ്. ഓൺ ദ ഡേ വെൻ ഇറ്റ് വാസ് ഹെർ turn to be with the prophet, she said, do you know, O Allah's messenger, that I have manumitted my slave girl? He said, have you really? She replied in the affirmative. He said, you would have got more reward if you had given her to one of your maternal uncle എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അടിമ പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പ്രവാചകനെ കണ്ടു പറയുന്നു, നിങ്ങളുടെ സമ്മതം കൂടാതെ ഞാൻ ആ അടിമ പെൺകുട്ടിയെ മോചിപ്പിച്ചിരിക്കുന്നു, മാനുമിറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ പ്രവാചകൻ പറയുന്നത് അത് വലിയ വ്യാജാറായി പോയി, നിങ്ങളെ ബന്ധുവിന് കൊടുക്കുമായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ പ്രതിഫലം കിട്ടുമായിരുന്നു എന്നാണ്. അപ്പൊ പ്രവാചകൻ യഥാർത്ഥത്തിൽ അടിമകളെ മോചിപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇല്ല എന്ന് പൂർണ്ണമായി പറയുവാനായിട്ട് സാധിക്കില്ല. അതിന്റെ ഒരു സംഗതി നമുക്ക് അവസാനം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇനി അപ്പൊ പ്രവാചകൻ അടിമകളെ മോചിപ്പിക്കുന്നതിനെതിരായി സംസാരിച്ചിരുന്നു എന്നതിന് തെളിവായി. ഇനി അടുത്ത തെളിവ് എന്ന് പറയുന്നത് പ്രവാചകന് അടിമകളെ അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം അള്ളാഹുവും പ്രവാചകനും തമ്മിലുള്ള ഒരു ഏകോപനമാണല്ലോ ഖുർആൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 33:52 സൂറത്ത് അഹ്സാബിൽ 33:52 ഇവിടെ നിന്ന് പോയി സൂറത്ത് തഹ്രീമിലെത്തുമ്പോൾ അള്ളാഹു തന്നെ ഇത് മാറ്റി പറയുന്നുണ്ട്. അത് വേറൊരു കാര്യം, വല്ലാത്തൊരു ഗതികെട്ട അള്ളാഹുവാണ്. ഒരിക്കൽ പറഞ്ഞത് പിന്നീട് മാറ്റി പറയുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇതിനുശേഷം മറ്റു സ്ത്രീകൾ നിനക്ക് അനുവദനീയമാകുന്നതല്ല, ഇവർക്കു പകരം വേറെ ഭാര്യമാരെ കൊണ്ടുവരുന്നതും അനുവദനീയമല്ല. അവരുടെ നന്മ നിന്നെ എത്ര തന്നെ കൗതുകപ്പെടുത്തിയാലും ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അടിമ സ്ത്രീകൾ നിനക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു പ്രവാചകനോട് പറഞ്ഞതാണ്, അള്ളാഹു സകല കാര്യങ്ങളും നിരീക്ഷിക്കുന്നവനല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വാചകം എല്ലാ ആയത്തുകളുടെയും അവസാനത്തിലുണ്ട്. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം, പ്രവാചകനോട് പറഞ്ഞിരിക്കുന്നത് ഇവർക്കു പകരം വേറെ ഭാര്യമാരെ അനുവദിക്കില്ല, ഇനി കല്യാണം കഴിക്കുവാനായിട്ട് സാധിക്കില്ല.
അവരുടെ നന്മ നിന്നെ എത്ര തന്നെ കൗതുകപ്പെടുത്തിയാലും എന്നാണ്. അത് തെറ്റാണ്. നന്മ എന്നല്ല ആ പദം, ഹുസ്ന് എന്നുള്ള പദമാണ്. അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് സൗന്ദര്യം എന്നാണ്. അപ്പൊ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു നാണക്കേടല്ലേ എന്ന് കരുതി വെള്ളപൂശി നന്മ എന്നാക്കി മാറ്റിയിരിക്കുന്നു. ഇത് എഴുതിയിരിക്കുന്നത് ഇത് തഫീമുൽ ഖുർആനാണ്. തഫീമുൽ ഖുർആൻ എന്ന് പറയുമ്പോൾ മൗദൂദിയാണ്. അപ്പൊ സ്വാഭാവികമായും മൗദൂദി വെള്ളപൂശും, അക്കാര്യത്തിൽ സംശയമില്ല. ഇനി അള്ളാഹു പ്രവാചകന് അടിമ സ്ത്രീയെ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. ഇത് ചൂഷണം ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ തന്റെ വിശ്വപ്രസിദ്ധിയായ അടിമ സ്ത്രീയെ സ്വീകരിച്ചത്. ആരാണത്? മാരിയത്തുൽ കിപ്തിയ. മാരിയത്തുൽ കിപ്തിയ എന്ന് പറയുന്നത് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ഭരണാധികാരിയായിരുന്ന ഒരു വ്യക്തി പ്രവാചകന് സമ്മാനിച്ച ഒരു അടിമ സ്ത്രീയാണ് മാരിയത്തുൽ കിപ്തിയ. അവർക്കൊരു മകനും ഉണ്ടായിരുന്നു. സമ്മാനിക്കപ്പെടുമ്പോൾ പ്രവാചകൻ സ്വീകരിക്കുകയും സ്വാഭാവികമായ രീതിയിൽ അവരുമായി കേളികളിൽ ഏർപ്പെടുകയുമായി ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഹദീസുകൾ വായിക്കുമ്പോൾ. ഇനി പ്രവാചകൻ ഇത്തരത്തിൽ അടിമ സ്ത്രീകളെ തൻ്റെ കൂട്ടത്തിൽ നിർത്തുകയും ഇസ്ലാമിലെമ്പാടും ലൈംഗിക അടിമകൾ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അന്ന് പ്രാചീന കാലത്ത് നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിന് തെളിവായി. ഇനി നമുക്ക് തെളിവാവശ്യമായിട്ടുള്ളത് ഇന്ന് ഇതാരെങ്കിലും പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്ന് പ്രാവർത്തികമാക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ ഈ സംഗതി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിബൂക്ക് ഗേൾസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. 4/14/2014 നടന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ചുരുക്കി പറയാം, നൈജീരിയയിൽ ആരംഭിച്ച് ഇപ്പോൾ കാമറൂൺ, ചാഡ് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭീകര സംഘടനയുണ്ട്. ബോക്കോ ഹറാം എന്നാണ് അവരുടെ പേര്. അപ്പോൾ അബൂബക്കർ ഷഗാവു ആണ് അവരുടെ തലവൻ. അബൂബക്കർ ഷഗാവു അല്ല സ്ഥാപിച്ചത്, മുഹമ്മദ് യൂസഫാണ്. ഇപ്പോൾ അബൂബക്കർ ഷഗാവു ആണ്. അബൂബക്കർ ഷഗാവു മരിച്ചുപോയി എന്നും പറയുന്നുണ്ട്. എന്തായാലും അവർ ചെയ്ത ഒരു പ്രവൃത്തി 4/14/2014 ഏകദേശം 125ഓളം ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഒരു സ്കൂൾ ആക്രമിച്ച് പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് ലൈംഗിക അടിമകളാക്കി മാറ്റി. അവരിൽ പലരും ഇന്ന് തിരിച്ചു വന്നിട്ടില്ല. തിരിച്ചു വന്നവരുടെ കൂട്ടത്തിൽ 1-2 കുട്ടികൾ ഉണ്ടായിരുന്നു. കാരണം അവർ ലൈംഗിക അടിമകളായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ ഇത് ആരെങ്കിലും പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴും പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ സംഗതിയെ പറ്റി ചോദിച്ചപ്പോൾ അബൂബക്കർ ഷഗാവു എന്ന് പറയുന്ന മനുഷ്യൻ, അബൂബക്കർ ഷഗാവു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, അദ്ദേഹം ഒരു മതപണ്ഡിതനാണ് എന്നുള്ളതാണ് വസ്തുത. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നൈജീരിയയിലെ മുഹമ്മദ് വോണി കോളേജ് എന്ന് പറയുന്ന നൈജീരിയയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഖുർആൻ കോളേജിൽ പഠിച്ച് ബിരുദമെടുത്തതിന് ശേഷം തീവ്രവാദിയായി മാറിയ വ്യക്തിയാണ് അബൂബക്കർ ഷഗാവു. അപ്പൊ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അബൂബക്കർ ഷഗാവു നൽകിയ നിഷ്കളങ്കമായ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരം ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഓൺ 5th May 2014 എ വീഡിയോ ഇൻ വിച്ച് ബോക്കോ ഹറാം ലീഡർ അബൂബക്കർ ഷഗാവു ക്ലെയിംഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ കിഡ്നാപ്പിംഗ്സ് എമർജ്ഡ്. Shagau claimed that Allah instructed me to sell them. Allah instructed me to sell them. I will carry out his instructions. And slavery is allowed in my religion. And I shall capture people and make them slaves. He said the girls should not have been in a school and instead should have been married since girls as young as 9 are suitable for marriage എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പെൺകുട്ടികൾ സ്കൂളിലൊന്നും ഇരിക്കേണ്ട കാര്യമില്ല, 9 വയസ്സ് മുതൽ കല്യാണം കഴിപ്പിക്കുക. എൻ്റെ മതത്തിൽ അടിമത്തം അനുവദനീയമാണ്, അതുകൊണ്ട് ഞാൻ ഇനിയും മനുഷ്യന്മാരെ കുറിച്ച് അടിമകളാക്കി വെക്കും എന്നാണ് ഷഗാവു പറഞ്ഞിട്ടുള്ളത്. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഉത്തരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇസ്ലാമിൽ അടിമ വിമോചനത്തിനെ പറ്റി ഞാൻ മുൻപ് പറയുകയുണ്ടായി. ഇസ്ലാമിൽ അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് ഉണ്ട്, ധാരാളം തെളിവുകളുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്, ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി തിന്മയുടെ ഒരു സഞ്ചയമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളിലും വാക്കുകളിലും തിന്മയല്ല സ്ഫുരിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. എല്ലാ സാധാരണ മനുഷ്യന്മാരെയും പോലെ ചിലപ്പോഴും നന്മകളും ചിലപ്പോഴും തിന്മകളും ഒക്കെ അദ്ദേഹവും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ സ്വാഭാവികമായും ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് മറ്റ് വ്യക്തികളോട്, സഹജീവികളോട് സഹതാപം തോന്നിയിരിക്കാം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇസ്ലാമിലെ അടിമ വിമോചനം നടത്തേണ്ട രീതിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഖുർആനിൽ 58:3 പറഞ്ഞിരിക്കുന്നു, തങ്ങളുടെ ഭാര്യമാരെ മാതാക്കൾക്ക് തുല്യമായി പ്രഖ്യാപിക്കുകയും പിന്നീട് തങ്ങൾ പറഞ്ഞതിൽ നിന്ന് മടങ്ങുകയും ചെയ്യുന്നവര് അവർ പരസ്പരം സ്പർശിക്കുന്നതിനു മുൻപായി ഒരു അടിമയെ മോചിപ്പിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഉപദേശമാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ശ്രദ്ധിക്കുക, തങ്ങളുടെ ഭാര്യമാരെ മാതാക്കൾക്ക് തുല്യമായി പ്രഖ്യാപിക്കുന്നു. അതായത് ഞാൻ എൻ്റെ ഭാര്യയെ എൻ്റെ അമ്മയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ വിചിത്രമായിട്ടുള്ള ഗോത്ര രീതികളാണ്. ഇന്ന് കേൾക്കുമ്പോഴും ചിരി വരും. പക്ഷെ അങ്ങനെ ഒരു രീതി അന്നുണ്ടായിരുന്നു. അള്ളാഹു അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് തങ്ങൾ പറഞ്ഞതിൽ നിന്ന് മടങ്ങി അവർ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനൊക്കെ ആയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ സ്പർശിക്കുന്നതിന് മുൻപായി നിങ്ങളൊരു അടിമയെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഇസ്ലാമിലെ അടിമയെ മോചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു കുറ്റത്തിനുള്ള ശിക്ഷ എന്നുള്ള നിലയിലാണ്.
ശ്രദ്ധിക്കുക, ഒരു കുറ്റത്തിനുള്ള ശിക്ഷ എന്ന നിലയിൽ ഒരു അടിമയെ മോചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയതിന് നേർ വിപരീതമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഞാൻ സ്ഥിരമായി ബൈക്ക് ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഹെൽമെറ്റ് വെക്കാതെ ബൈക്കിൽ പോവുകയാണ് ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ. അപ്പോൾ ഒരു പോലീസുകാരൻ എന്നെ തടയുന്നു, എന്നിട്ട് എനിക്ക് ഫൈൻ അടിക്കുകയാണ് 500 രൂപ. അതിൽ നിന്ന് ആ വ്യക്തി എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? എൻ്റെ കയ്യിലുള്ള 500 രൂപയെ ആ വ്യക്തി വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്നാണോ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല, മറിച്ച് ആ വ്യക്തി എന്നോട് പറയുന്നത്, നിങ്ങൾ ഇതേ പ്രവൃത്തി ഭാവിയിൽ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് സാമ്പത്തികമായ നഷ്ടം ഇല്ലാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ഇത്തരം പ്രവൃത്തികളിൽ ഭാവിയിൽ ഏർപ്പെടാതിരിക്കണം എന്നാണ്. ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നു, അടിമയെ മോചിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അടിമ എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടം വരാൻ സാധ്യതയില്ലാത്ത, സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്. അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇസ്ലാമിസ്റ്റുകൾ നമ്മളോട് പറയുമ്പോൾ ഇതിന് ഇത്തരത്തിലുള്ള മറ്റൊരു ആശയം കൂടി ഇതിന്റെ പിറകിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം കുറ്റം ചെയ്യുമ്പോൾ അതിന്റെ ശിക്ഷയായ അടിമയെ മോചിപ്പിക്കുക എന്ന് പറയുമ്പോൾ, നിങ്ങൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അടിമയെ മോചിപ്പിക്കേണ്ടി വരും. അടിമ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിലപിടിപ്പുള്ള വസ്തുവാണ്. അപ്പോൾ അടിമയെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ കുറ്റം ചെയ്യാതിരിക്കണം. ചുരുക്കി പറയുകയാണെങ്കിൽ അടിമകളെ നിങ്ങൾ എല്ലായ്പ്പോഴും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇത് ഇവർ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി അവസാനമായി പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഈ പ്രഭാഷണം നിർവഹിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും ചില ഇസ്ലാമിക മതപണ്ഡിതന്മാരും ന്യായീകരണ തൊഴിലാളികളും ഒക്കെ ഉത്തരങ്ങളുമായി വരുമ്പോൾ അവർ ചെയ്യുവാൻ സാധ്യതയുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, ഖുർആനും ഹദീസുകളും ഒക്കെ തപ്പിപ്പെറുക്കിക്കൊണ്ട് അടിമയെ മോചിപ്പിക്കുന്നതിനെ പറ്റി, അടിമയെ പുൽകുന്നതിനെ പറ്റി, അടിമയെ ചുംബിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള വാചകങ്ങൾ പെറുക്കിക്കൊണ്ടുവരുമെന്നുള്ളതാണ്. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് അവരങ്ങനെ പെറുക്കിക്കൊണ്ട് വരണമെന്നാണ്. അതവർ ചെയ്യണം, അതവർ നിർബന്ധമായും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവരങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? പ്രവാചകന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും വൈരുദ്ധ്യമുണ്ട് എന്നാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞെടുത്ത് പ്രവാചകൻ അടിമകളെ കച്ചവടം ചെയ്യുന്നു, അടിമകളെ മോചിപ്പിക്കരുത് എന്ന് പറയുന്നു. ഇനി അവർ കൊണ്ടുവരുന്ന വാചകങ്ങളിൽ പ്രവാചകൻ അടിമകളെ മോചിപ്പിക്കാമെന്നും കച്ചവടം ചെയ്യരുത് എന്നും പറയുകയാണെങ്കിൽ സ്വാഭാവികമായും അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പ്രവാചകന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും വൈരുദ്ധ്യമുണ്ട്. അള്ളാഹു എന്ന് പറയുന്ന ദൈവം പറഞ്ഞതിനനുസരിച്ച് കൃത്യമായി കാര്യങ്ങൾ നിർവഹിച്ച ഒരു മനുഷ്യനല്ല പ്രവാചകൻ. പ്രവാചകൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും പോലെ നന്മ തിന്മകളുടെ സമ്മിശ്രമായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എന്ന്. അതുകൊണ്ട് എനിക്ക് ഇസ്ലാമിസ്റ്റുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഉത്തരവുമായി വരുമ്പോൾ അത്തരത്തിലുള്ള വാചകങ്ങൾ പെരുക്കിക്കൊണ്ട് വരിക എന്നാണ്. അപ്പോൾ ഇതുകൂടി അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.